നമസ്കാരം. വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം. ലബനനിൽ ഹിസ്ബുള്ളക്കെതിരായ ഇസ്രായേൽ നടത്തുന്ന കരയുദ്ധത്തിൽ ഭാഗിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. എന്നാൽ കരാർ രാജ്യത്തെ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കില്ല എന്ന് വാഷിംഗ്ടണിലെ ലബനൻ എംബസി വ്യക്തമാക്കി. ബെയ്റൂട്ടിനും ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള പ്രാന്തപ്രദേശങ്ങൾക്കും നേരെ ഇസ്രായേലിന് ആക്രമണം നടത്തില്ല എന്നാണ് പുതിയ കരാർ. പകരമായി ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾ ഹിസ്ബുള്ളയും നിർത്തിവെക്കും. എന്നാൽ തെക്കൻ ലബനനിൽ ഇരുവിഭാഗവും തമ്മിലുള്ള ശക്തമായ ഏറ്റുമുട്ടലുകൾ തുടർന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് കരാർ സംബന്ധിച്ച വിവരങ്ങൾ ആദ്യം പുറത്തുവിട്ടത്. ഇസ്രായേലിനെ ആക്രമിക്കില്ല എന്ന് മധ്യസ്ഥ മുഖേന ഹിസ്ബുള്ള ഉറപ്പ് നൽകിയതായി ട്രംപ് അറിയിച്ചു. ഹിസ്ബുള്ളയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതിനാൽ US പ്രസിഡന്റുമാർ ഇതുവരെ അവരുമായി നേരിട്ടോ അല്ലാതെയോ ചർച്ചകൾ നടത്തിയിട്ടില്ല. ലബനനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്ന സൈന്യത്തെ പിൻവലിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സമ്മതിച്ചതായും ട്രംപ് കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ തെക്കൻ ലബനനിലെ സൈനിക നടപടികൾ തുടരുമെന്ന് നെതന്യാഹു വ്യക്തമാക്കി. അമേരിക്കയുമായി യാതൊരു തരത്തിലുമുള്ള ആണവ ചർച്ചകൾ നടക്കുന്നില്ല എന്ന് ഇറാൻ. സൈനിക നീക്കങ്ങളെ തുടർന്ന് സംഘർഷം രൂക്ഷമായതിനാൽ ഈ വിഷയത്തിൽ ഇടപെടൽ താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് എന്ന് ഇറാൻ വ്യക്തമാക്കി. ഇറാനുമായുള്ള ആണവ കരാർ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട് എന്നും അത് ഉടൻ തന്നെ തീരുമാനത്തിലെത്തുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ വാഷിംഗ്ടണുമായി ആണവ ചർച്ച നടക്കുന്നില്ല എന്നും ഇറാൻ അടിയന്തര മുൻഗണന നിലവിലുള്ള സംഘർഷം അവസാനിപ്പിക്കുക എന്നതിനാണ് എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. ആണവ കാര്യങ്ങളിൽ എപ്പോൾ നടപടിയെടുക്കണമെന്ന് ഞങ്ങൾക്കറിയാം. ആണവ കരാർ സംബന്ധിച്ച ഒരു ചർച്ചയും നടന്നിട്ടുമില്ല. ഈ ഘട്ടത്തിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ മുൻഗണനയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ തങ്ങളുടെ ദേശീയ സുരക്ഷ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് മുന്നറിയിപ്പ് നൽകി. ഇറാനും അമേരിക്കയും തമ്മിൽ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ പുരോഗതി ഉണ്ടാകാത്തതിന് പ്രധാന തടസ്സം അമേരിക്കയുടെ മാറിക്കൊണ്ടിരിക്കുന്നതും പരസ്പര വിരുദ്ധവുമായ ആവശ്യങ്ങളാണ് എന്നും ഇസ്മായിൽ ആരോപിച്ചു. അമേരിക്ക നിരന്തരം നിലപാടുകൾ മാറ്റുകയാണ്. അവർ പുതിയ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും മാധ്യമങ്ങളിലൂടെ ധാരണകൾക്ക് വിരുദ്ധമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ചർച്ചാ പ്രക്രിയകൾ നീണ്ടുപോകാൻ കാരണമാകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഓരോ തവണയും അമേരിക്കയുടെ നിലപാടുകളിലെ വൈരുദ്ധ്യം കാരണം അന്തിമ തീരുമാനത്തിലെത്താൻ കഴിയാത്ത ചർച്ചകൾ അവസാനിക്കുകയാണ്. കടുത്ത സംശയത്തിന്റെയും അവിശ്വാസത്തിന്റെയും അന്തരീക്ഷത്തിലാണ് നിലവിൽ സന്ദേശങ്ങളുടെ കൈമാറ്റം പോലും നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദക്ഷിണ ഇറാനിലെ ഗേഷ്യം ദ്വീപിലെയും ഇറാന്റെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ അതിശക്തമായ ബോംബാക്രമണം നടത്തുകയും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഡ്രോൺ കൺട്രോൾ സ്റ്റേഷനുകളും US വ്യോമാക്രമണത്തിൽ തകർന്നടിഞ്ഞതായും പെന്റഗൺ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അമേരിക്കയുടെ ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ കുവൈറ്റിൽ തമ്പടിച്ചിരിക്കുന്ന US സൈന്യത്തെ ലക്ഷ്യമിട്ട ഡ്രോണുകളും ബാലസ്റ്റിക് മിസൈലുകളും ഇറാൻ തൊടുത്തുവിട്ടു. എന്നാൽ കുവൈറ്റ് സൈന്യത്തിന്റെ സഹകരണത്തോടെ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഈ മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ വിജയകരമായി വെടിവെച്ചിട്ടു. അക്രമത്തിൽ US സൈനികർക്കോ സിവിലിയന്മാർക്കോ പരിക്കേറ്റിട്ടില്ല എന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. പരമ്പരാഗത വൻകിട പ്രതിരോധ കമ്പനികളെ ഒഴിവാക്കി ചെലവ് കുറഞ്ഞ യുദ്ധോപകരണങ്ങളുടെ വൻ ശേഖരം നിർമ്മിക്കാൻ ഒരുങ്ങി US സൈന്യം. ഏരിയൽ ലൈറ്റ് ഷോകളിലടക്കം പാരമ്പര്യമുള്ള ചെറുകിട കമ്പനികളെ ഇതിനായി ആശ്രയിക്കാനാണ് US നീക്കമെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉക്രൈൻ പശ്ചിമേഷ്യ യുദ്ധങ്ങളിൽ ചെറിയ ഡ്രോണുകൾ വലിയ സ്വാധീനം ചെലുത്തിയത് കണക്കിലെടുത്താണ് നീക്കം. ഡ്രോൺ ശേഷി അതിവേഗം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഡ്രോൺ ഡൊമിനിക്സ് എന്ന പേരിൽ 18 മാസം നീളുന്ന ഒരു മത്സരം പെന്റഗൺ ആരംഭിച്ചിട്ടുണ്ട്. 3 ലക്ഷം ഡ്രോണുകൾ നിർമ്മിക്കാൻ $1.1 ബില്യൺ കരാറാണ്. അടുത്ത വർഷത്തെ പ്രതിരോധ ബജറ്റിൽ $54.6 ബില്യൺ ട്രംപ് ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓരോ ഡ്രോണിനും ഏകദേശം $5,000 മാത്രമാണ് ചിലവ്. ഇവ യുദ്ധത്തിൽ നശിച്ചു പോയാലും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകില്ല. വരും കാലങ്ങളിൽ യുദ്ധങ്ങളിൽ ഇത്തരം ചിലവ് കുറഞ്ഞ ഡ്രോൺ കൂട്ടങ്ങളെ ആശ്രയിച്ചായിരിക്കുമെന്നാണ് പെന്റഗൺ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഗ്യാരേജുകളിലും ചെറിയ വർക്ക്ഷോപ്പുകളിലും തുടങ്ങിയ സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക ഡ്രോൺ പദ്ധതിയുടെ ഭാഗമാകാൻ മത്സരിക്കുകയാണ്. ഇന്ത്യയും ഒമാനും തമ്മിൽ ഒപ്പുവെച്ച തന്ത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്നു. കഴിഞ്ഞ ഡിസംബർ 18 മസ്കറ്റിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിബിന്റെയും സാന്നിധ്യത്തിലായിരുന്നു കരാർ ഒപ്പുവെച്ചത്. ഇരുവിഭാഗത്തെയും ആഭ്യന്തര ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നതെന്നും ഇന്ത്യൻ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിനെ ഉദ്ധരിച്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു.
ഇന്ത്യയും ഒമാനും തമ്മിലെ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ വഴി ടെക്സ്റ്റൈൽ, ലെതർ, പ്ലാസ്റ്റിക്, സമുദ്രോൽപ്പന്നങ്ങൾ, ഓട്ടോമൊബൈൽ, കായിക വിനോദ സാമഗ്രികൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഒമാൻ വിപണിയിൽ പ്രത്യേക നികുതി ഇളവോടെ വലിയ മുൻഗണന ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കരാർ നിലവിൽ വന്നതിന്റെ ഭാഗമായി മുംബൈ, കൊൽക്കത്ത, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും സ്വർണ്ണാഭരണങ്ങളും അടങ്ങുന്ന ആദ്യ 10 ബാച്ച് ചരക്കുകൾ പ്രത്യേക നികുതി ഇളവോടെ ഇന്ത്യയിൽ നിന്നും കപ്പൽ ഒമാനിലേക്ക് പുറപ്പെട്ടു. ഗൾഫ് മേഖലയിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഒമാൻ. വേൾഡ് ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.